എല്ലാവർക്കും അഞ്ജനാസ് ക്രിയേറ്റീവ് ആൻഡ് ലേണിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ എന്ത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. പിന്നെ റൈഡ് പിക്ചേഴ്സ് മെയിൽ ഐഡിയിലേക്ക് അയക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാനും മറക്കരുത്. ഗീവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഹോമിയോ കുപ്പിയൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക് ആയാലും ചില്ലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുപ്പികൾ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഒരു ഹോം ഡെക്കറാണ്. അല്ലെങ്കിൽ നമുക്ക് വാളിന്റെ ഹാങ്ങിങ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതിന് ഞാനിപ്പോ ഇവിടെ 3 കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഒരേ സൈസിലുള്ള എടുക്കട്ടെ, ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാനത് നേരത്തെ 3 എടുത്ത് വൈറ്റ് അക്രിലിക് കളർ അടിച്ച് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അടപ്പിന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അടപ്പിന്റെ ആവശ്യമില്ല, എല്ലാത്തിൻ്റെ ഇത് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ അക്രിലിക് കളേഴ്സ് ആണ്. ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക്, പിന്നെ മെറൂൺ, വൈറ്റ്. വൈറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിലിന്, ഈ ഒരു ഹോമിയോ ബോട്ടിലിന് നമുക്ക് 2 കോട്ടാണ് അടിച്ചെടുക്കേണ്ടത്. ഞാനിത് ബ്രഷ് വെച്ചാണ് അടിച്ചത്. അപ്പൊ പ്ലാസ്റ്റിക്കിലാണെങ്കിൽ നിങ്ങൾ സ്പോഞ്ച് യൂസ് ചെയ്ത് അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വൂളൻ ത്രെഡ്, കത്രിക, പശ, ഒരു കാർഡ്ബോർഡ് പീസ്. അപ്പൊ ഈ കാർഡ്ബോർഡ് നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ പോലെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതൊന്നും ഒരു സ്ക്വയർ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊക്കെ എടുത്ത് കറക്റ്റ് സ്ക്വയർ ഇട്ടേക്കാം. ഇത് റെക്റ്റാങ്കിളായാലും കുഴപ്പമില്ല, നമുക്ക് നീളത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതേ ഞാനിത് ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളറ് കേട്ടോ അടിച്ചു കൊടുക്കാം. അപ്പൊ അതിൽ ഞാൻ അടിച്ചു കൊടുക്കാൻ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് കാർഡ്ബോർഡിലും കുഴപ്പമില്ല, നമ്മുടെ കേക്ക് ബോർഡ് ഇല്ലേ. അപ്പൊ ആ കേക്ക് ബോർഡിൽ ഒരു ഒന്ന് ടിഷ്യൂ പേപ്പർ ഗം വെച്ചാക്കി ഫെവിക്കോൾ വെച്ച് 2:1 എന്ന ഇതില് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത എന്നിട്ട് ഒട്ടിച്ചിട്ട് അതില് ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഞാനിത് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമായിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ഹോമിയോ ബോട്ടിൽ എടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറും കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസോ അല്ലെങ്കിൽ ഒന്ന് ഡോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു മെറൂൺ അക്രിലിക് കളർ യൂസ് ചെയ്ത് ഇതിന് ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനിവിടെ ചന്ദനത്തിരിയുടെ ആ ഒരു കോലായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ടുള്ളത് ഇതുപോലെ കുഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിലോ അല്ല നമുക്ക് വെറുതെ ആയാലൊന്നങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാനിതിൽ പല പല ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ ആയിട്ട് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാട്ടെ. ഇപ്പം ഞാനിതിൽ ഒരു മൂലയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ 2 ലെയറായിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഫുള്ളായിട്ടും ഡോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉണങ്ങുന്നതാണ് വരെ നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്നങ്ങ് നടുവേ മടക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കൂടി ഇങ്ങനെ മടക്കുക, ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ഈ ഒരു മടങ്ങ്, അതായത് ഈ ഒരു സൈഡിലല്ല ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മടക്കിന്റെ ഒരു നടുവേ മടക്കം നമുക്ക് തുറന്ന് കിട്ടാത്ത അടഞ്ഞിരിക്കണ പോർഷൻ ഉണ്ടാവില്ലേ, ആ ഒരു പോർഷന് നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ടായി പോവാതെ
സൂക്ഷിച്ച് പതിയെ കട്ട് ചെയ്തെടുക്കുക. ഇതിന് എളുപ്പത്തിന് വേണ്ടിയാട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി കട്ട് ചെയ്ത് സൂക്ഷിച്ച് മുറിഞ്ഞു പോവാതെ കട്ട് ചെയ്യാട്ടോ. എനിക്ക് കളർ പേപ്പറിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ അടപ്പിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വീണ്ടും മുറിഞ്ഞു. അപ്പോൾ നമ്മളിത് ആദ്യം തൊട്ട് ഒന്നുകൂടി ചെയ്യേണ്ട വരും. അപ്പോൾ അതുകൊണ്ടാണ് സൂക്ഷിച്ച് ഫുള്ളായിട്ട് മുറിഞ്ഞു പോവാതെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടോ. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് സക്സസ് ആക്കി എടുക്കാൻ പറ്റണ ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിത് ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നങ്ങ് നേരെയാക്കുക. നേരെയാക്കുമ്പോഴാണ് നമുക്കിവിടെ നടുക്ക് ഫുള്ള് വെട്ടിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കാം. ആദ്യം മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ഞാനിവിടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു അറ്റത്ത് വേണേൽ നിങ്ങൾക്ക് പശ തേക്കാം കേട്ടോ. അപ്പോൾ പശ തേക്കാനുള്ള ഇനി നമുക്കിതൊന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ മടക്കി എടുത്തിട്ട് ലാസ്റ്റ് ഒന്നങ്ങ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ഇതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ള കേട്ടോ. പിന്നെ ഇത് ചെറുതായതുകൊണ്ട് നല്ലപോലെ ആയിട്ടുള്ളത്. പിന്നെ ഒന്നങ്ങ് പരത്തി കൊടുക്കാം. കയ്യിലേക്കൊക്കെ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. നമുക്കിവിടെ ചെറിയൊരു ബുഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഇട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എടുക്കുന്ന എത്ര ബോട്ടിലാണോ അതിൻ്റെ അടപ്പിലൊക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് കളർ പേപ്പർ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. അതിന് നമുക്ക് അത് ഇവിടെ നമ്മുടെ കാർഡ്ബോർഡ് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു പോർഷനിൽ അത് ഫ്രണ്ടിൽ കാണാൻ പരുവത്തിനൊന്നങ്ങ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോളും കൊണ്ട് ഒട്ടും തോന്നല്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലോ ടേപ്പോ ഫെവി ബോണ്ടോ യൂസ് ചെയ്യാം. ഞാനിതൊന്നങ്ങ് ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിതിപ്പോൾ ഒട്ടിച്ചേക്കണ ഫെവിക്കോൾ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും കുഴപ്പമില്ല. അതിന് നമ്മൾ സാധാരണ നൂലെടുക്കുക. വോളൻ ത്രെഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ക്യാപ്പ് ഹോൾഡ് ചെയ്തിടാനാണ്. ഒരിത്തിരി നിങ്ങൾ ഹാങ് ചെയ്തിടാൻ ഇച്ചിരി നൂല് കട്ട് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്ക് വശത്ത് ഒട്ടിച്ചിട്ട് അപ്പുറത്തുനിന്ന് എടുക്കാനാണ്. ഞാനതൊക്കെ അങ്ങനെ ഫുള്ള് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഒരുമാതിരി പണിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു കൊളുത്ത് പോലെ ഞാനിപ്പോൾ വൂളൻ ത്രെഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ, ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊന്ന് എവിടെയെങ്കിലും ഒന്നും കൊണ്ട് ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാനിവിടെ ബോർഡർ ക്യാപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് ഗമ്മ് വെച്ച് ഒട്ടിച്ചേക്കുന്ന കേട്ടോ. പിന്നെ ബോർഡിൽ ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. റെഡ് അക്കറിലിക് കളർ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ക്യാമറയിൽ ക്ലിയർ ആണോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ട് പിന്നീട് വയ്ക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സമയം പോവും, അതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ട് പിക്കൊക്കെ അയച്ചു തരിക. ഇനി നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുവന്നങ്ങ് ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഡോറിലാട്ടോ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഡോറിലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞാണ്ടിരിക്കണത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഭിത്തിയിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി. വൂളൻ ത്രെഡ് വേണമെന്നൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ രസമായിട്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു റോസോ അല്ലെങ്കിൽ സെമി ബീഡ്സോ നമ്മുടെ കയ്യിലുള്ള മുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചേക്കണേ കുറച്ചും കൂടി ഇതായിരിക്കും. പിന്നെ ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണ്ട, അല്ലെങ്കിൽ അവിടെ പെയിന്റ് അടിച്ച് ചെയ്താലും മതി. ഞാൻ അതിൻ്റെ കാര്യം ഇപ്പം കണ്ടപ്പോഴാട്ടോ ഓർത്തെ, അപ്പോൾ ചെയ്യാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.